എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം. നക്ഷത്ര രഹസ്യത്തിൽ നമ്മൾ രേവതി നക്ഷത്രക്കാരുടെ പൊതുവായ ഫലത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. രേവതി നക്ഷത്രം എന്ന് പറയുമ്പോൾ പൂർണ്ണമായും മീനം രാശിയെ പ്രതിനിധീകരിക്കുന്ന നക്ഷത്രമാണ്. അതായത് വ്യാഴത്തിൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ ജനിച്ചവരാണ് രേവതി നക്ഷത്രക്കാർ. കൂടാതെ മീനം രാശി എന്ന് പറയുമ്പോൾ ശുക്രൻ്റെ ഉച്ചരാശിയാണ്, ഒപ്പം ബുധൻ്റെ നീചരാശിയുമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വഭാവ സവിശേഷതകളൊക്കെ നിറഞ്ഞവരാണ് രേവതി നക്ഷത്രക്കാരെന്ന് പറയാവുന്നത്. പൊതുവെ സാത്വിക സ്വഭാവത്തിൻ്റെ ഉടമകളാണ്. അതേസമയം ശുക്രൻ്റെ ഉച്ചരാശിയിൽ പിറന്നവരായതുകൊണ്ട് തന്നെ ആഡംബര പ്രിയരായിരിക്കും. ആഡംബരത്തിന് വേണ്ടി ധാരാളം പണം ചെലവഴിക്കാൻ മടിയില്ലാത്തവരുമായിരിക്കും. ഇവിടെ ജനിക്കുന്ന ബുധദശയിലായതുകൊണ്ട് തന്നെ ഇവർക്ക് ഉയർന്ന ബൗദ്ധിക നിലവാരം പുലർത്താൻ കഴിയുന്നവരായിരിക്കും, ബുദ്ധിശക്തി ഉള്ളവരായിരിക്കും. പക്ഷേ ബുധൻ്റെ നീചരാശിയിൽ ജനിച്ചതുകൊണ്ട് തന്നെ എത്ര ബുദ്ധിശക്തി ഉള്ളവരാണെന്ന് പറഞ്ഞാലും എത്ര സമർത്ഥരാണെന്ന് പറഞ്ഞാലും പലപ്പോഴും പല മണ്ഡലങ്ങളിൽ ചെന്ന് ചാടുന്നവരും ആയിരിക്കും. ഇതൊക്കെയാണ് ഇവരുടെ ആ രാശിയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത. ഇവരുടെ പൊതുവായ സ്വഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർ ആരെ ആകർഷിക്കുന്ന സ്വഭാവത്തിൻ്റെ ഉടമകളാണ്. ആകൃതി കൊണ്ടും പ്രകൃതി കൊണ്ടും ഒക്കെ ഇവർക്ക് മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ കഴിയുന്നവരാണ്. എല്ലാവർക്കും ഇവരുടെ ഇഷ്ടവും ഉണ്ടായിരിക്കും. തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഏത് കാര്യങ്ങളോടും പ്രതികരിക്കുന്നവരാണ്. സ്വതന്ത്രമായ ജീവിതാഭിലാഷങ്ങളുള്ളവരും സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരും സ്വാതന്ത്ര്യ പ്രേമികളുമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും സത്യങ്ങൾ വിളിച്ചു പറയുന്നത് കൊണ്ടും ഇഷ്ടമല്ലാത്ത കാര്യങ്ങളിൽ തുറന്നു പറയുന്നത് കൊണ്ടും അടുത്ത മിത്രങ്ങൾ പോലും പലപ്പോഴും ശത്രുക്കളായി തീരാറുമുണ്ട്. ആ ഒരു പ്രത്യേകത കൂടി ഇവർക്കുണ്ട്. ഇവരെ ചിലരൊക്കെ ക്ഷിപ്രകോപികളായി പെരുമാറുന്നതായിട്ടും കാണാറുണ്ട്. എന്നിരുന്നാലും ഇവരുടെ സംഭാഷണ ചാരുത കൊണ്ടും പെരുമാറ്റ രീതി കൊണ്ടും ഇവരെ എല്ലാവരും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇവർക്ക് എല്ലാ മേഖലകളിലും നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ്. എങ്കിലും കലാരംഗത്തൊക്കെ വളരെ പ്രശസ്തരായി തീർന്ന നിരവധി പേർ ഈ നക്ഷത്രത്തിലുണ്ട്. കാരണം കലയുടെ കാരകനായ ശുക്രൻ്റെ ഉച്ചക്ഷേത്രമാണ് മീനം രാശി എന്നുള്ളത് കൊണ്ട് തന്നെ രേവതി നക്ഷത്രക്കാർക്ക് കലാപരമായി നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ്. ഇവർ മിക്കവരും കലാകാരന്മാരായി അല്ലെ കലാകാരികളായി പ്രശസ്തരായി തീർന്നില്ലെങ്കിൽ പോലും കല അഭിരുചി ഉള്ളവരെങ്കിലും ആയിരിക്കും എന്നൊരു പ്രത്യേകതയുണ്ട്. നല്ല ഗായകർ, നല്ല അഭിനേതാക്കൾ, നല്ല സംവിധായകരൊക്കെ ഈ നക്ഷത്രത്തിൽ ധാരാളമുണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഔദ്യോഗിക രംഗത്ത് നന്നായി ശോഭിക്കാൻ കഴിയും. ഏതൊരു ഔദ്യോഗിക മേഖലയുടെയും ഉയർന്ന പൊസിഷനുകളിൽ എത്തിച്ചേരാൻ കഴിയുന്നവരാണ് രേവതി നക്ഷത്രത്തിൽപ്പെട്ടവർ ഏറിയ കൂറും പേരും. പക്ഷേ ബിസിനസ് രംഗത്തൊക്കെ വരുമ്പോൾ കുറേ ശ്രദ്ധിച്ചു പോകണമെന്നൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഈ പാർട്ണർഷിപ്പ് ബിസിനസ്സുകളൊന്നും പറ്റിയതല്ല, അല്ലെങ്കിൽ അത്ര യോജിച്ചവരുമായിട്ട് മാത്രമേ ഒന്നിച്ചുള്ള ബിസിനസ്സുകളൊക്കെ ചെയ്യാൻ ശ്രമിക്കാവൂ. അല്ലെങ്കിൽ അത് സാമ്പത്തിക നഷ്ടവും മാനനഷ്ടവും ഒക്കെ ഉണ്ടാക്കാൻ സാധ്യത വളരെ കൂടുതലാണെന്ന കാര്യം കൂടി രേവതി നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇവരുടെ കൗമാരങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബാല്യ കൗമാരങ്ങൾ അത്ര സുന്ദരമായിരിക്കുകയില്ല. എങ്കിൽ പോലും പൊതുവെ ശുഭകരമായ ബാല്യ കൗമാരങ്ങളൊക്കെ ആയിരിക്കും. ക്രമേണ 27 വയസ്സിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ ഉയർന്ന പുരോഗതി ഉണ്ടാകുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ഇവരെല്ലാ രംഗത്തും ശോഭിക്കുമെന്ന് പറഞ്ഞു. ഇവരെ അത്ര കഠിനാധ്വാനികളാണെന്ന് പറയാൻ കഴിയുകയില്ല. എങ്കിലും തങ്ങൾക്കൊരു കാര്യത്തോട് താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി പരമാവധി പ്രയത്നിക്കുന്നവരാണ് രേവതി നക്ഷത്രത്തിൽപ്പെട്ട ഏറിയ കൂടും പേര്. ഇവർ ഗ്രഹനിലയൊക്കെ നല്ലതാണെങ്കിൽ രാജകീയ ജീവിതം നയിക്കുന്നവരായിരിക്കും. 27 വയസ്സിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ ഉയർന്ന തലങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്നതുമായിരിക്കും. എന്നാൽ ഗ്രഹനിലയിലെ പോരായ്മകൾ കൊണ്ട് അത്രത്തോളം കഴിവുകൾ ഉണ്ടായിട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രഹനില കൂടി പ്രത്യേകം നോക്കുകയും വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകാൻ
ശ്രമിക്കുകയും ചെയ്യുന്നത് ജീവിത ഉയർച്ചയ്ക്ക് ഗുണം ചെയ്യുന്നതായിരിക്കുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇവരുടെ വിവാഹ ജീവിതമൊക്കെ വളരെ ഗുണകരമായിട്ടായിരിക്കും കടന്നു പോകുന്നത്. ഇവരൊരു പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പ്രണയവിവാഹത്തിലൊക്കെ ചെന്ന് ചാടാറുണ്ട്. ബ്രേക്കപ്പൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ നിരാശരായി തീരാറുമുണ്ട്. ഇവരെ സ്നേഹിക്കുന്ന വളരെ സിൻസിയറായിട്ടായിരിക്കും, വളരെ ആത്മാർത്ഥമുള്ള സ്നേഹമായിരിക്കും ഇവരുടേത്. പക്ഷേ അത് നഷ്ടപ്പെടുമ്പോൾ ഇവർക്കത് താങ്ങാൻ കഴിയില്ല എന്നൊരു വസ്തുത കൂടിയുണ്ട്. ആ സമയത്ത് ഇവർക്ക് നല്ല സൗഹൃദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെല്ലാം തുറന്നു പറയുന്നവരുമായിരിക്കും. ഇവിടെ ഏറ്റവും വലിയ ഗുണം അതാണ്. മനസ്സിലുള്ള കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ടവരോട് തുറന്നു പറയുക തന്നെ ചെയ്യും. അങ്ങനെ മനസ്സിനെ അവർ ശാന്തമാക്കും. ചിലപ്പോൾ അത് ഗുണത്തേക്കാൾ ദോഷം ചെയ്യാറുമുണ്ട്. കാരണം ആരോടാണ് പറയുന്നതെന്നുള്ള കാര്യം നോക്കി പറഞ്ഞില്ലെങ്കിൽ അത് അവർക്ക് തന്നെ വിനയായി തീരാറുമുണ്ട്. അതുകൊണ്ട് നോക്കിയും കണ്ടും വേണം ആരോടെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയുന്നതെന്ന കാര്യം ശ്രദ്ധിക്കണം. പിന്നീട് ഇവരെക്കുറിച്ച് പറഞ്ഞാൽ നല്ല വിവാഹജീവിതം, നല്ല സന്താനലബ്ധി, നല്ല ഉദ്യോഗലബ്ധി ഒക്കെ ലഭിക്കുന്നവരാണെങ്കിലും ഞാൻ പറഞ്ഞില്ല, ഗ്രഹനിലയിലെ പോരായ്മകൾ കൊണ്ടോ മറ്റുമൊക്കെ ചിലരൊക്കെ കഴിവിനനുസരിച്ച് ഇവരെങ്കിൽ എത്തിച്ചേരാറില്ല. രാജാവിനെ പോലെ ജീവിക്കുന്നവരും ദരിദ്രരെ പോലെ ജീവിക്കുന്നവരും ഈ നക്ഷത്രത്തിലുണ്ട്. അത് ഗ്രഹനിലയ്ക്ക് ആനുപാതികമായി ഉണ്ടാകുന്ന വ്യത്യാസമാണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ട കാര്യങ്ങൾ കൂടി ചെയ്തു പോകേണ്ടതാണ്. ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളെക്കുറിച്ച് പറയുകയാണ്. ഈ കാര്യങ്ങളൊക്കെ പൊതുവെ വരുന്നതാണെങ്കിലും ഇവർ പൊതുവെ ഈശ്വര വിശ്വാസികളും കുടുംബഭരണത്തിലായാലും ഔദ്യോഗിക രംഗത്തായാലും നന്നായി ശോഭിക്കുന്നവരുമായിരിക്കും. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്രകൃതത്തിൻ്റെ ഉടമകളായിരിക്കും. എല്ലാവരുമായിട്ടും അഡ്ജസ്റ്റ് ചെയ്തായാലും മുമ്പോട്ട് പോകാൻ കഴിയുന്നവരുമായിരിക്കും. നല്ല കുടുംബിനികളാണെന്ന് ഉറപ്പായിട്ടും പറയാവുന്നവരാണ്. പൊതുവേ ഈ നക്ഷത്രക്കാരെക്കുറിച്ച് കണ്ടിട്ടുള്ള ഒരു കാര്യം, ഇവർ സ്വന്തം വീടും നാടും വിട്ട് അന്യദേശത്തും വിദേശത്തും ഒക്കെ ജോലി ചെയ്യുകയും അവിടെയൊക്കെയാണ് ഇവർക്ക് ഏറ്റവും ഗുണകരമായ ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നത്. ഇവർ ജനിച്ച വീട്ടും നാടും വിട്ട് മറ്റ് സ്ഥലങ്ങളിൽ ജീവിക്കുന്നവർക്കാണ് കൂടുതൽ പേരും പ്രശസ്തിയും നേടിയെടുക്കാൻ കഴിയുന്നതായി കണ്ടുവരുന്നത്. അത് ഈ നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകതയായി പലപ്പോഴും തോന്നിയിട്ടുമുണ്ട്. ഇതൊക്കെയാണ് പൊതുവേ നമുക്ക് പറയാവുന്ന ഇവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ഇവർ ജനിക്കുന്ന ബുധദശയിലാണെന്ന് പറഞ്ഞു. ബുധദശാകാലം കഴിഞ്ഞു വരുന്നത് കേതുവിൻ്റെ ദശാകാലമാണ്. അത് കഴിഞ്ഞ് ശുക്രദശാകാലമാണ് 20 വർഷക്കാലം. ആ കാലഘട്ടത്തിൽ തന്നെ ഇവർ ജീവിതത്തിൽ വേണ്ടുന്ന എല്ലാ നേട്ടങ്ങളും സ്വന്തമാക്കിയിരിക്കും. വീട്, വാഹനം, വിവാഹം, നല്ല സന്താനങ്ങൾ എന്നിങ്ങനെ ജീവിതത്തിൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഈ ശുക്രദശയിൽ നേടിയെടുക്കാൻ കഴിയുന്നതായിരിക്കും. ഗ്രഹനിലയിൽ ശുക്രൻ അനുകൂലമാണെങ്കിൽ പൂർണ്ണഫലം ലഭിക്കുന്നതുമായിരിക്കും. ഗ്രഹനിലയിൽ ശുക്രൻ അനുകൂലമല്ലെങ്കിൽ അത് മനസ്സിലാക്കി വേണ്ട വഴിപാടുകൾ കൂടി ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ശുക്രദശ കഴിഞ്ഞ് വരുന്നത് രവിദശാകാലമാണ്. അത് കഴിഞ്ഞ് ചന്ദ്രദശാകാലം. ഇങ്ങനെയാണ് ദശാകാലങ്ങൾ കടന്നു പോകുന്നത്. മിക്കവാറും രാഹുർ ദശയിലായിരിക്കും പലരുടെയും ഒരു വാർദ്ധക്യ കാലം എന്ന് പറയുന്നത്. അപൂർവം പേർക്ക് വ്യാഴദശ കൂടി അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാകുന്നതുമായിരിക്കും. ഇതൊക്കെയാണ് പൊതുവേ ഈ നക്ഷത്രക്കാരെക്കുറിച്ച് പറയാവുന്ന പൊതുഫലങ്ങളെന്ന് പറയുന്നത്. ഇവർ പ്രധാനമായിട്ടും നല്ല ഈശ്വരവിശ്വാസികളാണ്, ഈശ്വരാധീനം ധാരാളമുള്ളവരുമാണ്. എന്നിരുന്നാലും വിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും ശ്രീകൃഷ്ണനെയും ഒക്കെ ഭജിക്കുവാനും പ്രാർത്ഥിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ജീവിതത്തിൽ ഗുണകരമായി തീരുന്നതായിരിക്കും. പിന്നെ ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ കാര്യങ്ങളും കർമ്മങ്ങളും ഒക്കെ ചെയ്തു പോയാൽ ദൈവാനുഗ്രഹം വർദ്ധിക്കുന്നതും ജീവിത സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നതുമായിരിക്കും. അപ്പോൾ എല്ലാ രേവനക്ഷത്രക്കാർക്കും ഏറ്റവും അനുകൂലമായ ഫലങ്ങളും ജീവിതത്തിലുടനീളം ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കാണും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.